ഓം ശാന്തി. അർജുൻ വളരെ ശാന്ത സ്വഭാവമുള്ള യുവാവായിരുന്നു. അവൻ കൂടുതൽ സമയവും അന്തർമുഖനായിരുന്നു. പഠനം, ചിന്തകൾ ഇത്യാദി വിഷയങ്ങളിൽ മഗ്നമായിരുന്നു. അതുകൊണ്ട് തന്നെ കോളേജിലുള്ളവർ എന്നെ ബോറിംഗ് ബോയ് എന്നാണ് വിളിച്ചത്. ബോറിംഗ് ബോയ്, ആരോടധികം കൂട്ടുകൂടാതെ ശാന്തനായിരിക്കുന്നതുകൊണ്ട് അവനെന്തൊരു ബോറാ എന്ന് പറഞ്ഞു. അവൻ വലിയ പാർട്ടികൾക്കൊന്നും പോകില്ല, അധികം സോഷ്യൽ മീഡിയയിൽ അധികം ആക്റ്റീവ് അല്ല. അതുകൊണ്ട് തന്നെ അവൻ ആ ക്ലാസ്സിൽ, പ്രത്യേകിച്ചും കോളേജിൽ, തികച്ചും വേറിട്ടവനായിരുന്നു. അർജുന്റെ ലക്ഷ്യം എനിക്ക് ഒരു IAS ഓഫീസർ ആകണം എന്നുള്ളതായിരുന്നു. ആ ലക്ഷ്യം മാത്രമേ അവന്റെ മുമ്പിൽ ഉണ്ടായിരുന്നുള്ളൂ. അവൻ എല്ലാ ദിവസവും ബ്രഹ്മമുഹൂർത്തം എഴുന്നേറ്റിരുന്ന് ധ്യാനിക്കും. സ്വയം ഞാൻ ആത്മാവാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് ആ ആത്മബോധത്തിൽ സെൽഫ് റിയലൈസേഷൻ ഇരുന്നു കൊണ്ട് ആ പഠിപ്പെല്ലാം പഠിക്കും. കാര്യങ്ങളൊക്കെ നല്ലതുപോലെ ശ്രദ്ധയോടെ വായിച്ചു പഠിക്കും. മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു, അവരെന്ത് ചെയ്യുന്നു, അതൊന്നും അവന് വിഷയമേ ആയിരുന്നില്ല. അത് പരചിന്തനം അവനിഷ്ടമല്ല. അത്യാദി വിഷയങ്ങളിൽ അവൻ തൻ്റെ സങ്കല്പങ്ങളെ ഇടാൻ തയ്യാറായിരുന്നില്ല. അന്യരുടെ വിഷയങ്ങൾ ഓർത്ത് ടെൻഷൻ അടിക്കുക, അതിൽ വ്യർത്ഥ ചിന്തനത്തിലേക്ക് പോവുക, കുറ്റങ്ങൾ കാണുക, പറയുക, ഇതൊന്നും അർജുനന്റെ മെത്തേഡേ ആയിരുന്നില്ല. അവന്റെ ക്ലാസ്മേറ്റ്സും റൂംമേറ്റ്സും ഒക്കെ രാത്രിയിലെല്ലാം വീഡിയോ ഗെയിം കളിക്കുന്നു, തമാശ പറയുന്നു, അല്ലെങ്കിൽ കിടന്ന് ഉറങ്ങുന്നു. അവരുടെ നടുവിലും അവൻ അതൊന്നും ശ്രദ്ധിക്കാതെ തന്റെ ചുറ്റുപാടുള്ള വ്യക്തികൾ എങ്ങനെയായിരുന്നിട്ടും അതിൻ്റെ ഇൻഫ്ലുവൻസ് ഒരിക്കലും തന്നിൽ വരാതെ സ്വയത്തെ വേറിട്ടതാക്കി വെച്ചിരുന്നു കൊണ്ട് അവൻ തൻ്റെ ലക്ഷ്യത്തിലും തൻ്റെ പഠനത്തിലും ഏകാഗ്രത നിലനിർത്തിക്കൊണ്ടുപോയി. കൂട്ടുകാരുടെ അവസ്ഥ എന്താണ് നമുക്കറിയാം. ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ പിള്ളേരെങ്ങനെയായിരിക്കും, രാത്രിയിൽ എങ്ങനെയായിരിക്കും, ചിരിയും കളിയും ബഹളവും ആയിരിക്കും. അപ്പൊ പുറത്ത് എന്ത് നടന്നാലും ഞാൻ വെളിയിലേക്ക് ഇറങ്ങില്ല. അർത്ഥം, എനിക്ക് ചുറ്റും എന്തെല്ലാം നടന്നാലും ഞാൻ എൻ്റെ ഉള്ളിലിരിക്കുകയാണ്. ഇന്നർ സൈലൻസ് മെയിൻറ്റെയിൻ ചെയ്തു. പിന്നെ ഞാനെന്തിനു പുറത്തേക്ക് നോക്കണം എന്നായിരുന്നു അർജുന്റെ പോളിസി. അങ്ങനെ വർഷങ്ങളുടെ പരിശ്രമത്തിന് ശേഷം തൻ്റെ അന്തർമുഖതയുടെ അഭ്യാസത്തിലൂടെ തൻ്റെ ഏകാഗ്രത ശക്തി കൊണ്ട് ആത്മബലത്തെ വർദ്ധിപ്പിച്ച് അവൻ UPSC പരീക്ഷയിൽ ടോപ്പ് സ്കോററായി. ഇന്ന് അദ്ദേഹത്തെ ഒരു കാലത്ത് ബോറിംഗ് ബോയ് എന്ന് വിളിച്ചവരൊക്കെ ഇപ്പം എന്തായി? അദ്ദേഹത്തിൻ്റെ അനുയായികളായിട്ട് മാറി. അവനെ സ്തുതിക്കുന്നവരും അവൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് വർണ്ണിക്കുന്നവരും മാറി. അതുകൊണ്ട് സ്വയം ഭഗവാൻ നമുക്ക് നൽകുന്നൊരു നിർദ്ദേശം, ആത്മീക സ്ഥിതിയിലിരിക്കൂ, അതിൻ്റെ അഭ്യാസം ചെയ്യൂ, അന്തർമുഖിയാകും. അതിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തെ എത്രത്തോളം ശ്രേഷ്ഠമാക്കാം, ഉയർത്താമോ അത്രയും ആക്കി തീർക്കാം. ഭഗവാൻ പറയുന്നു, അന്തർമുഖിയായിരുന്നു കൊണ്ട് ജ്ഞാനത്തിൻ്റെ മനനത്തിലൂടെ അല്ലെങ്കിൽ ജ്ഞാനമനനത്തിൻ്റെ അഭ്യാസത്തിലൂടെ അലൗകികമായ ലഹരിയിൽ സദാ ലയിച്ചിരിക്കൂ. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ലോകത്തിലുള്ള ഒരു ഉലച്ചിലുകളും അവരെ അതിലേക്ക് ആകർഷിക്കുകയില്ല. ഇപ്പം മിലിറ്ററിയിലുള്ള ആളുകൾ എന്ത് ചെയ്യാറുണ്ട്? അണ്ടർഗ്രൗണ്ടിൽ നിന്ന് യുദ്ധം ചെയ്യാറില്ലേ? മിലിറ്ററിയിലുള്ള ആളുകൾ പ്രകടനത്തിൽ വരാതെ, പ്രകടമാകാതെ അണ്ടർഗ്രൗണ്ടിൽ ഇരിക്കുന്നു. അതുകൊണ്ട് എന്താണ്? പുറത്ത് ബോംബ് പൊട്ടും, യുദ്ധങ്ങൾ ഉണ്ടാകും, അതൊന്നും അവരെ ബാധിക്കുന്നില്ല. അവരെ അണ്ടർഗ്രൗണ്ടിലാണ്. പുറത്തുള്ള ശബ്ദ കോലാഹലങ്ങളൊന്നും അവരെ ബാധിക്കുകയില്ല. അതുപോലെ ഈ സമയത്ത് നമ്മളും അന്തർമുഖമായിരുന്ന് അണ്ടർഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് ആത്മീക സ്ഥിതി അഭ്യസിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ ഒരിക്കലും ബഹിർമുഖത നമ്മളെ ഒരു തരത്തിലേക്കും ഡിസ്റ്റർബ് ചെയ്യുകയില്ല. അപ്പൊ അന്തർമുഖതയാണ് ഏറ്റവും വലിയ ശക്തി എന്ന് പറയും. ഈ ലോകത്തിൽ എന്തെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നു, ആ ചിന്തകളിൽ നിന്നെല്ലാം നമ്മൾ ആത്മാവിനെ മോചിപ്പിച്ച് നമ്മൾ നമ്മളുടെ ചിന്തകളിലേക്ക് ഒതുങ്ങി മാറുമ്പോൾ നമ്മൾ നിർഭയതയും ക്ഷമതയും കൂടാൻ തുടങ്ങും. ഇന്നർ സൈലൻസ് ഈസ് അവർ ഗ്രേറ്റസ്റ്റ് സ്ട്രെങ്ത്. മറ്റൊന്ന്, ലക്ഷ്യം എപ്പോഴും നമ്മുടെ മുമ്പിൽ ക്ലിയർ ആയിരിക്കണം. ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ബാഹ്യലോകത്തിലെ ഉലച്ചിലുകൾ പലപ്പോഴും നമ്മളെ പരവശമാക്കും. എന്നാൽ അതിന് മഹത്വം കൊടുക്കാതെ തൻ്റെ ലക്ഷ്യത്തിന് പ്രാധാന്യം കൊടുക്കൂ.
ഫോക്കസ് ഓൺ യുവർ ഗോൾസ്, നോട്ട് ടു ദ നോയ്സ്. ഗോളിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, നോയ്സിൽസ് കൊടുക്കരുത്. മറ്റൊന്ന് ആത്മാനുശ്വാസം. സെൽഫ് ഡിസിപ്ലിൻ ബിൽഡ്സ് യുവർ സക്സസ് ലാഡർ. നമ്മുടെ സെൽഫ് ഡിസിപ്ലിൻ ആയിരിക്കും നമ്മുടെ ഉയർച്ചയുടെ ചവിട്ടുപടികളായി മാറുന്നത്. എത്രത്തോളം നമ്മൾ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ മുൻപോട്ട് പോകുന്നോ അതിനനുസരിച്ച് മാനസിക ശക്തി വർദ്ധിക്കും. ഏതൊരു കഠിനമായ പ്രതിസന്ധിയിലും ആ മനസ്സ് നമ്മളെ ശക്തിശാലിയാക്കും, നമുക്ക് വേണ്ടുന്ന പ്രൊട്ടക്ഷൻ നൽകും. മനസ്സെപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് സെൽഫ് ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യും. ദെൻ മീൻസ് ഫോളോ എ ഫിക്സഡ് റൊട്ടീൻ ഫോർ സ്റ്റഡി ആൻഡ് മെഡിറ്റേഷൻ. പഠനത്തിനും ധ്യാനത്തിനും വേണ്ടിയിട്ട് ഒരു സമയം നമ്മൾ പ്രത്യേകം കണ്ടുവയ്ക്കും. മറ്റൊന്ന്, ഗ്രേറ്റ്നെസ് ഈസ് ബോൺ ഇൻ സൈലൻസ്, നോട്ട് ഇൻ ക്രൗഡ്സ്. എപ്പോഴും മഹത്വങ്ങൾ ഉണ്ടാകുന്നത്, മഹാനതകൾ ജനിക്കുന്നത് നിശബ്ദതയിൽ നിന്നാണ്, അല്ലാതെ ഒച്ചപ്പാടിൽ നിന്നല്ല. നമുക്ക് ചുറ്റുമുള്ള ആളുകൾ ഏതൊക്കെ രീതിയിൽ ബഹളം ഉണ്ടാക്കട്ടെ, ഒച്ചയും ബഹളവും ഉണ്ടാക്കട്ടെ, തിരക്കിലേക്ക് പോട്ടെ, അതൊന്നും എൻ്റെ വിഷയമല്ല. എല്ലാ തരത്തിലുള്ള ഒലിച്ചുകളിൽ നിന്നും സ്വയത്തെ രക്ഷപ്പെടുത്തുക. മറ്റൊന്ന്, ഡോൺ ലൂസ് ബൈ ഔട്ട്ബോൺ ബട്ട് ബൈ ഇന്നർ വീക്ക്നെസ്. നമ്മളെപ്പോഴും ആന്തരികമായ ശക്തിയിൽ വിശ്വസിക്കണം. അപ്പൊ ബാഹ്യമായൊരു ആയുധം കൊണ്ട് നമ്മളെ കൊല്ലാൻ എളുപ്പമായിരിക്കാം, പക്ഷെ അതിനേക്കാൾ മാരകമാണ് ആന്തരികമായ ബലഹീനതകൾ. ആ ബലഹീനതകളാൽ നമ്മൾ മുറിവേറ്റാൽ പിന്നെ നമുക്ക് വീണ്ടും രക്ഷപ്പെടാൻ അസാധ്യമാണ്, നടക്കില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ നമ്മുടെ ഉള്ളിൽ ശക്തിശാലിയായിരിക്കും. നമ്മളുടെ മറ്റു ചിന്തകളിലിട്ട് വന്ന് ബലഹീനമായ സങ്കല്പങ്ങൾ വന്ന് നമ്മളെ നശിപ്പിക്കും. ഇതാണ് ഈ അവ്യക്ത നിർദ്ദേശത്തിലൂടെ ഭഗവാൻ നമുക്ക് നൽകുന്ന ഒരു സന്ദേശം. ആത്മചിന്തനത്തിൽ അന്തർമുഖമായിരുന്നു കൊണ്ട് ജീവിതത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും വിജയം കൈവരും. ഓം ശാന്തി.